ഹലോ ഹായ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നടക്കുന്ന സംഭവം അഖിൽ മാരാറിനെ കുറിച്ചാണ് കേട്ടോ പറയുള്ളത്. പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ഡയലോഗാണ് ഇപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയ മൊത്തം അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുക എന്ന് തന്നെ പറയാം. പണ്ടത്തെ സ്ത്രീകൾ നിസ്സാരമായി എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സായിരുന്നു പ്രസവം. പ്രസവിച്ച് കഴിഞ്ഞിട്ട് 2 കിലോ അരി ഇടിച്ച് വെച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ സംഭവം ശരി തന്നെയാണ്. പണ്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ അന്ന് അതായിരുന്നു. പണ്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞത് അന്ന് അമ്മിക്കല്ലിൽ അരച്ചും ആട്ടുകല്ലിൽ മാവ് അരച്ചും അതുപോലെ തന്നെയാണ് പണിക്കും പോയും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെയും കുറേ ദൂരമൊക്കെ നടന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു അന്നുള്ളവരുടെ സിറ്റുവേഷൻ. അന്ന് അങ്ങനെയാണ്. പക്ഷേ ഇന്ന് അത് പുള്ളിക്കാരനെ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കല്യാണം കഴിഞ്ഞ് 2 മക്കളുള്ളൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ ആരുള്ള ഭാര്യയുടെ കാര്യം ഒന്ന് ആലോചിക്കുക. എത്രമാത്രം അത് ഒരു പ്രസവ വേദന എടുത്തിട്ടാണ് ആ 2 കുഞ്ഞുങ്ങളെ ജന്മം നൽകിയതെന്ന് പുള്ളിക്കാരൻ ആലോചിക്കുകയായിരുന്നു. പക്ഷെ അത് ഒരു എൻജോയ് ചെയ്ത് ചിലപ്പോൾ പ്രസവിച്ചിട്ട് ഉണ്ടാവുമായിരിക്കാം അല്ലേ. ഭാര്യയുടെ പ്രസവ വേദന അറിയാത്തൊരു വ്യക്തിയാണ് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അത് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പണ്ടുള്ള സ്ത്രീകളുടെ കാര്യമാണെങ്കിലും പണ്ടുള്ളവരും അതും വേദന അനുഭവിച്ച് തന്നെയാണ് ഒരു കുഞ്ഞിനെ ജന്മം അവിടെ നൽകുന്നത്. അല്ലാതെ എൻജോയ് ചെയ്ത് പ്രസവിക്കുക അതുമാത്രം പറഞ്ഞത് അത്ര വലിയ ഒരു രസമായി തോന്നുന്നില്ല. ബാക്കിയൊക്കെ ശരി തന്നെയാണ്. പണ്ടുള്ള സ്ത്രീകൾ 2 കിലോ അരി ഇടിച്ചും പണിക്കും പോയി പ്രസവിച്ച് 10 ദിവസം കഴിഞ്ഞ് പണിക്ക് പോയി ആ കുഞ്ഞുങ്ങൾക്ക് കോറ വയ്ക്കാനും അതിനെതിനും കഴിവില്ലാതെ ഒത്തിരി അമ്മമാർ അന്ന് ആ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഈ എൻജോയ് ചെയ്ത് പ്രസവിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര മോശമായ ഒരു കാര്യം തന്നെയാണ്. ഇത് എൻജോയ് ചെയ്ത് പ്രസവിക്കുന്ന കാര്യമാണോ? ഒരു പെൺകുട്ടി ലേബർ റൂമിൽ കയറി അവിടുന്ന് എന്താ പറയുക എന്തെല്ലാം അനുഭവങ്ങൾ അനുഭവിച്ചാണ്. എന്തായാലും ഈ പറഞ്ഞത് ഭയങ്കര മോശമായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എൻജോയ് ചെയ്ത് പ്രസവിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു മോശമായ ഒരു കാര്യമാണ്. അത് പുള്ളിക്കാരൻ്റെ ഭാര്യത്ത് ചോദിച്ചാൽ അറിയാം. എൻജോയ് ചെയ്തിട്ടാണ് പ്രസവിച്ചെന്നത് ഭാര്യത്ത് ചോദിച്ചാൽ അറിയാം എന്താ സംഭവമെന്ന്. അപ്പോൾ ഇതുപോലെ എൻജോയ് ചെയ്ത് പ്രസവിച്ച ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരിക്കും ബൈ ബൈ.